CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാലുശ്ശേരി മുലിയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. തലയെടുപ്പുള്ള 35ഓളം ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. പഴമയുടെ തനിമയുമായി ചാലുശ്ശേരി പതിർവാണ്യം. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പെരുമയും വിളിച്ചോതുന്ന പതിർവാണ്യം വെള്ളിയാഴ്ച പുലർച്ചെ വരെയാണ് ക്ഷേത്ര പരിസരത്ത് നടന്നത്. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കാർ ഓടിച്ചിരുന്ന ഇയാൽ സ്വദേശി പരഞ്ചോതി പടിഞ്ഞാറേതിൽ വിനയകുമാരനാണ് പരിക്കേറ്റത്. കുന്നംകുളം ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം നഗരസഭ 2025-26 വാർഷിക പദ്ധതി വോട്ടിനിട്ട് അംഗീകരിച്ചു. വെള്ളിയാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിലാണ് വാർഷിക പദ്ധതി അംഗീകരിക്കുന്നതിന് സംബന്ധിച്ച അജണ്ട BJP അംഗങ്ങളുടെ വിയോജിപ്പിനെ തുടർന്നത് വോട്ടിനിട്ടത്. വടക്കേക്കാട് കച്ചേരിപ്പടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ പെരുമ്പടപ്പ് കണ്ടുബസാർ സ്വദേശി ചക്കാത്തയിൽ വീട്ടിൽ അലി, നിയാസ്, ഷാജിദ, പഴഞ്ഞി കോട്ടോൽ സ്വദേശി ആലിങ്ങൽ വീട്ടിൽ ഷെരീഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂർ നായർ സമാജം നൽകുന്ന ശിവപത്മ പുരസ്കാരം പത്തനാപുരം ഗാന്ധിഭവൻ ട്രസ്റ്റി പുനലൂർ സോമരാജന്. മാർച്ച് 6-ന് കുറൂരമ ദിനത്തിൽ പുരസ്കാരം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുറ്റേക്കര സ്കൂൾ ഗ്രൗണ്ടിൽ അഗ്നിബാധ. ഇവിടെ സൂക്ഷിച്ചിരുന്ന ജൽജീവൻ പദ്ധതിയുടെ പൈപ്പുകൾക്കാണ് തീപിടിച്ചത്. വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് തീയണച്ചു. ആളൂർ പുഴയിൽ മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി നടപടിയുമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ്. പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി നടപടി സ്വീകരിച്ചു. വേനൽ കനത്തതോടെ നൂറടിത്തോട് വറ്റിത്തുടങ്ങി. വേനൽ ആരംഭത്തിൽ തന്നെ തോട്ടിലെ വെള്ളം വറ്റുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയും പുറമ്പോക്ക് ഭൂമി കയ്യേറുകയും സീഡ് അഴിമതിയിൽ തട്ടിപ്പ് നടത്തുകയും ചെയ്ത 17-ാം വാർഡ് കോൺഗ്രസ് മെമ്പർ MC ഐജു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM വാർഡ് കമ്മിറ്റി നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. വേലൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് പരിചരണ രോഗികൾക്കായി സ്നേഹസ്പർശ സ്വാതന്ത്ര്യ സംഗമം സംഘടിപ്പിച്ചു. പന്നിത്തടം മാത്തൂർ ശിവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് NITUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം ഒരുക്കി. രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ പ്രസാദ ഊട്ടും നൽകി. സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് 2025-26 വർഷത്തെ പുന്നയൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അവതരിപ്പിച്ചു. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ഒരുമനയൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് KV കബീർ അവതരിപ്പിച്ചു. തിപ്പിലശ്ശേരി LP സ്കൂളിന്റെ വാർഷികാഘോഷവും രക്ഷാകർതൃദിനവും ആഘോഷിച്ചു. വയലത്തൂർ മഹലിൽ മജ്ലിസുനൂർ വാർഷികവും +2 മദ്രസ പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.